സാധ്യമായതെല്ലാം സംവിധാനം ചെയ്യുന്നുണ്ടെങ്കിൽ വയനാട്ടിൽ സംഭവിക്കുന്നത് എന്താണ്? എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് കോൺഗ്രസിൻ്റെ പ്രകൃതിയോടെയാണ്. അദ്ദേഹം പറയുമ്പോൾ എനിക്ക് വളരെ വേദന തോന്നിപ്പോയി. എൻ്റെ അടുത്ത് കൃത്യമായി മൊബൈലിനകത്ത് കണക്കുണ്ട്. 1981 മുതൽ 2025 വരത്തേക്ക് വയനാട്ടിൽ കൊല്ലപ്പെട്ട ആൾക്കാരെ കണക്കാണ് ഞാനിവിടെ വായിച്ചത്. ക്രൈം നമ്പർ ഉൾപ്പെടെ എൻ്റെ അടുത്തുണ്ട്. ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നതും ഭരണകർത്താക്കളുണ്ട്. ഒരു പാർട്ടി മാത്രമല്ല ഭരിച്ചത്. ഈ പറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൽ മുഴുവൻ മനുഷ്യൻ കൊല്ലപ്പെട്ടു, കൃഷി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ കേട്ടുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ മരണപ്പെട്ടിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് രാഷ്ട്രീയക്കാർ ഇത്തരത്തിൽ വേദിയിൽ അഭ്യർത്ഥിക്കാറുള്ളത്. ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് യോജിച്ച ഇടപെടൽ ഉണ്ടാകണമെന്ന് പറഞ്ഞു. ഞാനത് രാഷ്ട്രീയ അദ്ദേഹം വയനാട്ടിൽ സാധാരണ കർഷകനാണ്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്ന അല്ല, അങ്ങനെ പറയുന്നതിൽ വിമർശനമുണ്ടെങ്കിൽ അങ്ങയുടെ ഊഴത്തിൽ പറയണം. അല്ല, അങ്ങേക്ക് നിരന്തരം അല്ല, പ്രതിപക്ഷ കോൺഗ്രസ്സുകാർക്ക് മാത്രമേ കോൺഗ്രസിനെ വിമർശിക്കാൻ പാടുള്ളൂ. ആവശ്യമില്ലാത്ത വിമർശിക്കേണ്ട കാര്യമില്ല. പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ വിമർശിക്കാമെന്ന്. ബിജെപിക്കാരുണ്ട്, ലീഗുകാരുണ്ട്, വയനാട്ടിൽ സാധാരണ കർഷകൻ അവന്റെ ജീവൻ പ്രശ്നം പറയുമ്പോൾ അത് അല്ലല്ല, ഞങ്ങൾ സംസാരിച്ചത് കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങൾ മലയോരത്തെ മനുഷ്യന് വേണ്ടിയിട്ടാണ് സംസാരിച്ചത്. സിബിആറും ഷഫീർ, ഇത് അദ്ദേഹത്തിന്റെ സമയമാണ്, അങ്ങ് ഇടപെടരുത്. അത് ശരിയല്ല. കോൺഗ്രസിന്റെ മന്ത്രിമാരും തന്നെ കടുവ മനുഷ്യനെ പിടിച്ചുകൊണ്ടിട്ട് ചിതയിൽ കയറ്റുന്നതിന് മുമ്പ് കോഴിക്കോട്ട് അങ്ങാടിയിൽ പോയി ഫാഷൻ ഷോയുടെ മുമ്പിൽ പോയി ഹിന്ദി പാട്ട് പാടിയിട്ടില്ല. മറുപടി പറയേണ്ടത് അദ്ദേഹമല്ല, അതിന് മറുപടി പറയേണ്ട അദ്ദേഹം. അല്ലല്ല, അതിലൊരു യുക്തിബോധം ശരിയല്ല. ഒരു മിനിറ്റ്, ടി സി ജോസഫ്, നോക്കൂ, ഇപ്പൊ അങ്ങേക്ക് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യമുണ്ട്? ഞാൻ അറിയുന്നത് അങ്ങ് ചോദിക്കട്ടെ, ടി സി ജോസഫ്, അങ്ങേക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് എനിക്ക് സത്യമായും അറിയില്ല. അങ്ങ് അവിടുത്തെ ഒരു സാധാരണ കർഷകനാണ്, നന്നായി സംസാരിക്കുന്നത്. ഒരു നിമിഷം ഞാനൊന്ന് ചോദിക്കട്ടെ ശ്രീ ബിആറും ഷഫീർ, അങ്ങനെ ഒരു വിമർശനം അങ്ങേക്കെതിരെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് അങ്ങ് അവിടുത്തെ ഒരു സാധാരണ കർഷകനും ഒരു സംഘടനാ പ്രവർത്തകനുമാണ് എന്നുള്ളതാണ്. അങ്ങേക്കതിൽ ക്ലാരിറ്റി. ഞാനൊന്ന് ചോദിക്കട്ടെ ശ്രീ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങയുടെ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യമുണ്ടെങ്കിൽ അത് വ്യക്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് പറയുകയും ചെയ്യാം, മറ്റു കാര്യങ്ങളിൽ തുടരുകയും ചെയ്യാം. ഇനി ശ്രീ ബിആറും ഷഫീർ ഇടപെടില്ല, അങ്ങ് പറയൂ.